കാരണം ഉള്ളിലേക്ക് പോയിക്കാൻ ഒരു മോശമായിട്ടുള്ള അവസ്ഥയാണ്. വേറൊന്നും വിചാരിക്കണ്ട, ഇങ്ങനത്തെ ഒരു യൂട്യൂബറിന്റെ വീട് നിങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ലോങ് വീഡിയോ ഇടുന്നത്. ഞാൻ ആദ്യം നിങ്ങളടുത്ത് പറയാം, 2266 സബ്സ്ക്രൈബർ 18 ദിവസം കൊണ്ട് 4.7K വാച്ച് ടൈം അവർ 10 ലക്ഷം വ്യൂസ് എല്ലാം കൂടെ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഒരു ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇനിയും ഞാൻ വളർച്ച തുടർന്ന് ഇന്ന് കിട്ടുന്ന യൂട്യൂബിൽ നിന്ന് വരുമാനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ 19 വാർഡിലെ ആൾക്കാർക്ക് നമ്മൾ സഹായിക്കും എന്ന് പറഞ്ഞിട്ട്. അത് ഉറപ്പാണ്, അതിലൊരു സംശയമാണ്, നമ്മൾ സഹായിക്കും. ഇന്ന് എന്താ ലോങ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വീട് എല്ലാവരും കാണാൻ പറഞ്ഞു, കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. അതുപോലെ മെസ്സേജ് ഉണ്ടായിരുന്നു വീട് കാണിക്കണം പറഞ്ഞിട്ട്. ഇതാണ് ഗൈസ് നമ്മുടെ വീട്. വീട്ടിന്റെ ഉള്ളില് മാത്രം കാണിക്കുള്ളൂ, നമ്മൾ ഉള്ളിലേക്ക് പോകണില്ല. കാരണം ഉള്ളിലേക്ക് പോയിക്കാൻ ഒരു മോശമായിട്ടുള്ള അവസ്ഥയാണ്. വേറൊന്നും വിചാരിക്കണ്ട, ഇങ്ങനത്തെ ഒരു യൂട്യൂബറിന്റെ വീട് നിങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിക്കണ്ട. അപ്പൊ എന്തായാലും നമ്മൾ സ്വന്തം വീട് കട്ടിട്ട് അതിന്റെ ഹോം ടൂർ നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നതായിരിക്കും. സൗകര്യക്കുറവൊന്നുമില്ല. നമ്മുടെ അടുത്ത് തന്നെ കിണറുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് നമ്മുടെ കിണറുണ്ട് കേട്ടോ. കിണറുണ്ട് അവിടെ. അതുപോലെ തന്നെ അവിടെ ബാത്റൂം ഉണ്ട്. ഫുൾ നല്ല വ്യൂ ആണ്. അപ്പോ വീടിന്റെ ഉള്ളു ഭാഗം മാത്രം ഞാൻ കാണിച്ചു തരാം. ഇതാണ് വീടിന്റെ ഉൾഭാഗം. നമ്മുടെ ക്യാമറമാൻ അഖിലാണ്, എന്റെ സ്വന്തം അനിയൻ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഉൾഭാഗം. ഉൾഭാഗം പറഞ്ഞാൽ അഖിൽ കുറച്ചുകൂടെ നടത്തുക, കുറച്ചുകൂടെ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇവിടെയാണ് ഞങ്ങൾ കിടക്കുക. ആ കട്ടിലാണ് എന്റെ അച്ഛൻ കിടക്കുക. അപ്പോ ആ കട്ടിലാണ് എന്റെ അച്ഛൻ കിടക്കുക, ഇവിടെയാണ് ഞങ്ങൾ കിടക്കുക. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോ പോലെ തോന്നും. അപ്പൊ ഒന്നും വിചാരിക്കണ്ട ഗായ്സ്, ഞങ്ങൾക്ക് ഒരു പൈസയുടെ കുറവുണ്ടായിരുന്നു. അപ്പോ അതിനാണ് നമ്മൾ വീഡിയോ തുടങ്ങിയത്. നിങ്ങളൊന്നും വിചാരിക്കരുത്, നമ്മൾ എന്തായാലും സ്വന്തം വീട് കെട്ടും. എന്തായാലും അടുത്ത വർഷം അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം എന്തായാലും ഉണ്ടാവും. നമ്മൾ സ്ഥലം വാങ്ങിച്ചിട്ട് കെട്ടാനായിട്ട് തീരുമാനിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ഇനി ഇത് ഹൗസ് ഓൺ നമ്മുടെ വീട് കണ്ടോ. ഇത് നമ്മുടെ ഹൗസ് ഓണാണ്. ഈ വീടിന്റെ ഓണറിന്റെ വീടാണിത്. ഈ വീടിന്റെ ഓണറിന്റെ വീടാണ്. നല്ല അത്യാവശ്യം 3 റൂം 4 റൂമൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഞങ്ങൾ TV കാണുന്നത്. ഞങ്ങളുടെ TV ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഞങ്ങളൊരു സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ. നിങ്ങൾക്ക് വിചാരിക്കുന്ന വലിയ വീടൊന്നും അങ്ങനൊന്നും ഇല്ല ഗൈസ്. നമ്മൾ സാധാരണ നിങ്ങളെ പോലത്തെ ഒരു സാധാരണ കുടുംബത്തിലാണ് നമ്മളും പറഞ്ഞത്. അപ്പൊ ഇത് നമ്മുടെ ഹൗസ് ഓണർ, നമ്മുടെ വീടാണ്. ഇതിന്റെ മുകളിൽ നല്ലൊരു വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം. പാടാക്കില്ലേ, ഇല്ലേ മോളിൽ പോവാ. നമ്മുടെ ക്യാമറമാൻ അഖിലാണ്. നല്ല വീഡിയോ എടുക്കുന്ന ആളാണ്. ഇപ്പൊ ഇവൻ എന്റെ ക്യാമറമാനാക്കി ആക്കി. അതുപോലെ ഇവന്റെ സ്വന്തം അനിയനാണ് കേട്ടോ. സ്വന്തം അനിയനാണ്, എന്റെ സ്വന്തം അനിയൻ തന്നെയാണ്. നല്ല വീഡിയോ ഒക്കെ എടുക്കും. നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇവന്റെയും 2 അനിയന്മാരെയും എന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് കാണാൻ എല്ലാവരും കണ്ടിട്ട് അവരുടെ റിയാക്ഷൻ എങ്ങനെയൊന്നും നമുക്ക് നോക്കി നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ ഫുൾ വ്യൂ. ഈ ഒരു ഫുൾ വ്യൂല് നമ്മൾ കണ്ടോ. ഇവിടെ വൈകുന്നേരം വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഞങ്ങൾ കട്ടൻ ചായ കുടിക്കും. അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കട്ടൻ ചായ അമ്മയുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് കൂട്ടം കൂടി ഇങ്ങനെ ഞങ്ങൾ വർത്താനം പറയും. അപ്പൊ അതൊരു നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഞങ്ങളുടെ ടെറസ് പറഞ്ഞാൽ അതാണ്. അങ്ങനെ പറ. പിന്നെ നമുക്കൊരു ടാങ്ക് ഉണ്ട്. ഇതിനാണ് നമ്മള് ബാത്റൂമിലേക്ക് പോവാ. കുളിക്കാൻ സൗകര്യം അവിടെയാണ്. ഞാൻ പിന്നെ കാണിച്ചു, കുളിക്കാൻ സൗകര്യം അവരാണ്. നമ്മൾ ബാത്റൂം പോണത് ഈ ഒരു ടാങ്കത്തെ വെള്ളം തന്നെയാണ് കേട്ടോ. ഇത്ര നല്ല സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ മുകളിലൊക്കെ ഉണ്ട്, നല്ല വ്യൂ ആണ്. അതിന്റെ ചോട്ടിൽ തന്നെ മാങ്ങമാരുണ്ട്. ഇവിടുത്തെ മാങ്ങ നമ്മൾ എടുക്കും. അപ്പൊ കട്ടെടുക്കല്ലോ, അവർ തരും മാങ്ങ. ഇപ്പൊ നമ്മളത് മുറിച്ച് കഴിക്കും. അത്രേ ഉള്ളൂ. നല്ല വ്യൂ ആണ്. ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ കുത്താമ്പുളത്തെ പകുതി മുക്കാൽ ഗ്രാമപ്രദേശം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതേ ഇവിടുന്ന് നമുക്ക് എല്ലാ സൗകര്യം കാണാൻ പറ്റും. നമ്മുടെ മെയിൻ റോഡ് ഉണ്ടോ, നമ്മൾ മെയിൻ റോഡിൽ നിന്ന് അത്യാവശ്യം എല്ലാ വ്യൂവും കാണാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. ഇപ്പൊ രസം ഉണ്ടാവില്ലേ, വൈകുന്നേരത്താണ് രസം. വൈകുന്നേരത്തിൽ കാറ്റടിക്കും. അതുപോലെ തന്നെ മഴ പിന്നെ ഒരു മൂടുണ്ടാവും. അപ്പൊ ഞങ്ങൾ കട്ടൻ ചായ മുറുക്ക് ഒക്കെ എടുത്ത് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഞാനും അമ്മയും കൂടെ കൂട്ടം കൂടി വർത്താനം പറഞ്ഞിട്ട് ഇവിടെ ഒരു 6-6:30 വരെ ഇരുന്നിട്ട് സംസാരിക്കും. ഞാൻ അവിടെ നിന്ന് ഫോൺ റീൽ നോക്കിയിരിക്കും. അപ്പൊ ഇതാണ് കേസ് നമ്മുടെ ടെറസിന്റെ മുകളിലത്തെ വ്യൂ. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ ടെറസിന്റെ മുകളിൽ നോക്കി ഇറങ്ങിയിട്ട് നമ്മൾ തൊടിക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ തൊടി. തൊടി പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൃഷികളൊക്കെ ഉണ്ട്. വടകിലെ കൃഷികളൊക്കെ ഉണ്ട്. നമ്മുടെ തൊടി എപ്പോഴും വൃത്തിയാക്കാറുണ്ട്. പിന്നെ നമ്മൾ ബാത്റൂം പറഞ്ഞു, ഇതാണ് നമ്മുടെ ബാത്റൂം. ബാത്റൂമിന്റെ സൗകര്യം ഉണ്ട്, കുളിക്കാനുള്ള സൗകര്യം ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ട് കേട്ടോ. മുകളിൽ നമ്മൾ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേരൊക്കെ മരുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ തൊടി. ഫുൾ തൊടി പറഞ്ഞതാണ്. ഇപ്പോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് അത് വൃത്തിയാക്കണില്ല, കാരണം നമുക്ക് സമയം കിട്ടില്ല. ഈ ശനിയാഴ്ച ഞായറാഴ്ച ഒഴിവ് കിട്ടിയിട്ട് വേണം വൃത്തിയാക്കണം എന്നുണ്ട്. നമ്മൾ വൃത്തിയാക്കാൻ തരും. 3 തെങ്ങന്മാരുണ്ട് ഗൈസ്. നമുക്ക് 3 തേങ്ങന്മാരുണ്ട്. അപ്പോൾ തെങ്ങിനൊന്നും കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ ഹൗസ് ഓണർമാർ ഞങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ തരുന്നൊക്കെ ചെയ്യും. അതിലൊരു ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. സൗകര്യം കുറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെയാണ്. ഒരു പാവപ്പെട്ട ഒരാൾക്കാരുടെ വീട് തന്നെയാണത്. അപ്പൊ നിങ്ങൾ ഈ വീട് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്റെ ചരിത്ര കയ്യിലുണ്ട് ഗൈസ്. അപ്പൊ ആരൊന്നും വിചാരിക്കരുത്. ഇതാണ് നമ്മുടെ തൊടി എന്ന് പറഞ്ഞുതരാം. ഫുൾ തൊടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ്. പിന്നെ നമ്മുടെ ക്യാമറമാൻ അഖിലിനോടൊപ്പം അക്ഷയ് എം, കൊച്ചു ലോകം. ഇപ്പൊ എന്റെ പേര് ആർക്കും ഓർമ്മില്ല ഗൈസ്. എല്ലാവരും വിളിക്കുന്നത് കൊച്ചു ലോകമാണ്. അത് വിളിക്കുമ്പോ നമുക്ക് പോസിറ്റീവ് എനർജി എല്ലാം നമുക്ക് അതൊക്കെ ഇഷ്ടമാണ് ഗൈസ്.
എന്റെ പേര് ഇപ്പൊ ആർക്കും ഓർമ്മയില്ല. നമ്മൾ തെങ്ങിന്റെ മുകളിൽ കയറുന്നതായിട്ട് പോണ്. എന്തായിരിക്കും അവസ്ഥ നോക്കി നോക്കാം. വീഴോന്ന് അറിയില്ല. അതോ വീഴോ ഗായ്സ്, എന്റെ മോനെ ഇത് ടാസ്കിലെ പരിപാടിയാണ്. ഞാൻ കേറിയിട്ടുണ്ട് മുന്നേ. ഇതൊക്കെ നമ്മൾ സർവ്വസാചാരമാണ്. ഉറങ്ങുമ്പോൾ കാണുന്നല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കും സ്വപ്നം. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ഒറ്റ ഗൈസ്, ഇത് ഇളകുണ്ട്. ഒരു മിനിറ്റ് ഞാൻ കയറും ഗൈസ്, എന്തായാലും ഞാൻ കയറും. ഉറപ്പാണ്. ഞാൻ നോക്കാം ഒന്ന് നേരെ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ തൊടിച്ചുള്ളേ. എന്തായിരിക്കും അവസ്ഥ? ഓ, നമ്മള് പറ്റാത്ത പണിക്ക് പോകരുതെന്നാണ് നമ്മുടെ അമ്മയും അച്ഛനൊക്കെ പറയാറുള്ളത്. പക്ഷെ നമ്മൾ പറ്റാത്ത പണിക്ക് പോവും. എന്നിട്ട് എങ്ങനെയൊക്കെ വീണ് നമുക്ക് അപ്പോഴും അവധി കിട്ടുമല്ലോ. നമ്മൾ എന്തെങ്കിലും വീടിന് സ്കൂൾ അവധി കിട്ടുന്നു ഗായ്സ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മള്, വേറൊന്നല്ല ഗൈസ്. നമുക്ക് മോളിൽ പോകാത്ത അവസ്ഥയിലാണ് ഉള്ളത്. കാരണം ഇതിങ്ങനെ ഇങ്ങനെ മാമാന്ന് വേണ്ടി ഇളകിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ഇതിന്റെ മോളിൽ നമ്മൾ പോകുന്നത് ഇപ്പൊ ആലോചിക്കൊണ്ട്. മറ്റേ തേങ്ങ മരടുന്ന ആൾക്കാരൊക്കെ വരും. അങ്ങനെ തവളപ്പ് 1 ചാട്ടം 5 ചാട്ടം കയറി അവിടെ എത്തുവാണ്. എന്താ നമുക്കൊക്കെ എങ്ങനെ കേടുന്ന് ആലോചിക്കണം ഇപ്പൊ. ആൾക്ക് ഇതിന്റെ ആവശ്യമില്ല. കണ്ടോ അവിടെ ആരെ കാണുന്നു? ശരി കേട്ടോ, ശരി. ശരി. കാരണം അവിടുത്തെ ആ മാമൻ കേറണ്ടെന്നൊക്കെ പറയുന്നു. അയ്യോ ഗൈസ്, അപ്പൊ അതാണ് അവസ്ഥ. ഇവിടെ ഒന്നിനും ഇങ്ങനത്തെ കോപ്പറേറ്റ് തന്നെ കാട്ടും ഒന്നും വിചാരിക്കരുത്. കാരണം എന്റെ സ്വഭാവമാണ്. അതിന്റെ മുകളിൽ കയറിക്കാൻ വീണ് നമുക്ക് 2 ദിവസം അവധി കിട്ടില്ല സ്കൂള്. എങ്ങനെയുണ്ടോ? അപ്പൊ അമ്മയ്ക്ക് അച്ഛനും ആ ബുദ്ധിമുട്ടാണ്. ആശുപത്രിക്ക് പോകാലോ. ആശുപത്രി പോയിട്ട് ഗ്ലൂക്കോസ് കയറ്റി അപ്പൊ സാറേ എനിക്ക് വയ്യ സാറേ, തെങ്ങിന് ഞാൻ വീട് സാറേ എന്നൊക്കെ പറയാലോ. വെറുതെ പറഞ്ഞാണ്, എല്ലാം തമാശക്ക് എടുക്കുക. അങ്ങനെ 4 ഘട്ടത്തിൽ ലീവ് എടുക്കരുത് ഉള്ള കാര്യം പറയാ. എന്നിട്ട് തോന്നിവാസം പോലെ കയറിയിട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തമല്ല ഉള്ള കാര്യം പറയാം. പിന്നെ അപ്പുറത്ത് ഒരു വലിയ ആൾക്കാരുടെ വീടാണ്. പിന്നെ അവിടെ ഒരു കടയുണ്ട്. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണറില് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. മതി കൊണ്ടുപോവാ. ഇനി ആ ഫോൺ അപ്പുറത്ത് വീണിട്ട് അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ തൊടി. അതിന്റെ മുകളിൽ ഇപ്പൊ കയറാത്ത പറ്റിയ അവസ്ഥയാണ്. കേറുന്നുണ്ട്, പക്ഷെ കയറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുന്ന മറ്റേ പേടിക്കുന്നത്. കേറുന്ന ആഗ്രഹം നീ പറയും, കേറണം വേണ്ടേ? അവിടെ ഏതൊരു പെൺകുട്ടി നോക്കണം. ആ പെൺകുട്ടിനെ കാണിച്ചെടുക്ക് വേണ്ട. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പൊ കമോൺ ഗൈസ്, നമുക്ക് അങ്ങനെ പോവാം. തിരിച്ചു പോവാം. തിരിച്ച് നമ്മുടെ തൊടിയിലേക്ക്, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് മടങ്ങാം ഗൈസ്. അതാ വാട. അങ്ങനെ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു വീടാണ്. വീട് കാണിക്കാൻ പറഞ്ഞു. വീട് നമ്മൾ കുറച്ച് കാണിച്ചു. പിന്നെ തൊടിയിൽ പോയിട്ട് ഓരോ കോപ്പറേറ്റ് ഞങ്ങൾ കാണിച്ചു. അതാരും സീരിയസ് ആയിട്ട് എടുക്കരുത്. ഫൺ, ഫൺ അത് മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീട് എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വ്യൂസ് പോട്ടാൻ പറ്റും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വ്യൂസ് പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ വീട് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അത് വേറെ കാര്യം. നോക്കണ്ടിരിക്കണം, അത് നിങ്ങളുടെ ഇഷ്ടമാണല്ലോ. നമ്മൾ നിർബന്ധിച്ച് നോക്കിയാൽ അത് ഇത്രയല്ലേ. അപ്പൊ മാക്സിമം എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ കുറച്ച് സ്കിപ്പ് അടിച്ച് കാണുക. അത്ര നമ്മൾ പറയുള്ളൂ. അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ്. അപ്പോൾ അടുത്തോടെ വരുന്നവരെ ടാറ്റ, ബൈ.